പ്രിയം നിറഞ്ഞവരെ, സുഖപ്പെടുത്തലിന്റെ കുദാശയായ അനുതാപ കുദാശയിലെ അനുതാപിയുടെ പ്രവൃത്തികളെ കുറിച്ചാണ് CCC 1450 മുതൽ 1460 വരെയുള്ള പാരഗ്രാഫുകളിൽ വിവരിച്ചിരിക്കുന്നത്. അനുതാപിയുടെ 3 പ്രവൃത്തികളും പുരോഗതി നൽകുന്ന പാപമോചനവും ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒന്നാണ് അനുതാപ കുദാശ അല്ലെങ്കിൽ കുമ്പസാരം. ഈ 3 ധർമ്മങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്താപം, രണ്ടാമത് പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ, മൂന്നാമത് പരിഹാരം ചെയ്യൽ. എന്താണ് മനസ്താപം? ആത്മാവിന്റെ ദുഃഖവും ചെയ്ത പാപത്തോടുള്ള വെറുപ്പും വീണ്ടും പാപം ചെയ്യുകയില്ലെന്നുള്ള പ്രതിജ്ഞയുമാണ് മനസ്താപം. മനസ്താപം 2 വിധത്തിലാണ്. ഒന്ന് ഉത്തമ മനസ്താപം അല്ലെങ്കിൽ പൂർണ്ണ മനസ്താപം, 2 അപൂർണ മനസ്താപം. എന്താണ് ഉത്തമ മനസ്താപം? ദൈവസ്നേഹത്തെ പ്രതി ഒരുവനിൽ ഉണ്ടാകുന്ന അനുതാപത്തെയാണ് ഉത്തമ മനസ്താപം അല്ലെങ്കിൽ പൂർണ്ണ മനസ്താപം എന്ന് പറയുക. നമ്മുടെ മനസ്താപ പ്രകടനത്തിലെ ഏറ്റവും ആദ്യത്തെ വാക്യം ഈ പൂർണ്ണ മനസ്താപത്തെ, ഉത്തമ മനസ്താപത്തെ സൂചിപ്പിക്കുന്നു. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുന്നു. മറ്റേതെങ്കിലും കാരണത്താൽ ഉണ്ടാകുന്ന മനസ്താപത്തെ അപൂർണ മനസ്താപം എന്ന് പറയുന്നു. ഒരുപക്ഷെ നിത്യശിക്ഷയെക്കുറിച്ചുള്ള ഭയമോ അല്ലെങ്കിൽ നരകത്തിനോടുള്ള പേടിയോ ഒരുവനിൽ ഉണ്ടാക്കുന്ന അനുതാപം, അതാണ് അപൂർണ മനസ്താപം. ഭീതിതമായ മനസ്താപം എന്നുകൂടി അതിനെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാരകമായ പാപങ്ങളുടെ മോചനത്തിന് നമുക്ക് പൂർണ്ണ മനസ്താപം കൂടിയേ തീരൂ. അനുതാപ കുദാശ സ്വീകരിക്കുന്നതിനൊരുക്കമായി ഒരുവൻ ദൈവവചനത്തിന്റെ വെളിച്ചത്തിലും ദൈവ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലും തന്നെ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അനുതാപിയുടെ 2ാമത്തെ പ്രവൃത്തി പാപങ്ങളുടെ ഏറ്റുപറച്ചിലാണ്. വൈദികനോട് പാപം ഏറ്റുപറയുക എന്നത് അനുതാപ കുദാശയുടെ സത്താപരമായ ഒരു ഘടകമാണ്. ഒരുവൻ ദൈവത്തോടും സഭയോടും അനുരഞ്ജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ആത്മപരിശോധനയ്ക്ക് ശേഷം അവൻ ചെയ്ത എല്ലാ മാരക പാപങ്ങളും ദൈവകൽപ്പനകളുടെ ലംഘനങ്ങളും എണ്ണി കുമ്പസാരത്തിൽ പറയേണ്ടതാണ്. സഭയുടെ കൽപ്പനയനുസരിച്ച് തിരിച്ചറിവ് വന്നതിന് ശേഷം വർഷത്തിൽ ഒരിക്കലെങ്കിലും ആത്മപരിശോധന ചെയ്ത് പാപങ്ങളെല്ലാം ക്രമമായി ഓർത്ത് മാരകമായ പാപങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായും കുമ്പസാരം എന്ന കുദാശയിൽ, അനുതാപ കുദാശയിൽ ഏറ്റുപറയേണ്ടതാണ്. കുമ്പസാരം എന്ന കുദാശയിൽ ഏറ്റുപറയാതെ ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്ന് വ്യക്തമായി സഭ നമ്മോട് കൽപ്പിക്കുന്നു. ഒരു കുട്ടി ആദ്യമായി ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുമ്പോൾ കൗദാശികമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതാപ കുദാശ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് കുർബാന സ്വീകരിക്കാൻ പാടുള്ളതുള്ളൂ. അതുപോലെ തന്നെ വളരെ ഗൗരവമായിട്ടല്ലെങ്കിൽ പോലും ലഘുപാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നത് വളരെ നല്ലതാണെന്ന് സഭ നമ്മെ താല്പര്യപൂർവ്വം ഉപദേശിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ലഘുപാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ കുമ്പസാരിക്കേണ്ടത് എന്നുള്ളതിന് കാരണമായി CCC നമ്മോട് പറയുന്നു. ഒന്നാമതായി, ലഘുപാപങ്ങളുടെ ഏറ്റുപറച്ചിൽ ഒരു ഉത്തമമായ മനസാക്ഷിയെ രൂപീകരിക്കാൻ നമ്മെ സഹായിക്കുന്നു. 1. 2, നമുക്ക് ആത്മീയമായ ജീവനിൽ പുരോഗതി പ്രാപിക്കാൻ സഹായിക്കുന്നു. 3, ക്രിസ്തുവിൻ്റെ സുഖപ്പെടുത്തൽ അനുഭവിക്കാനായിട്ട്, ആ സുഖപ്പെടുവാൻ നമ്മൾ നമ്മളെ തന്നെ അനുവദിക്കുകയാണ് ഈ ലഘുപാപങ്ങൾ ഏറ്റുപറച്ചിലൂടെ. 4, ആധ്യാത്മിക സമരം നടത്തുവാനായിട്ട് ഈ ഏറ്റുപറച്ചിൽ നമ്മെ സഹായിക്കുന്നു. 5, നമുക്ക് പൂർണ്ണതയിൽ വളരുവാനായിട്ട്, മാത്രമല്ല കാരുണ്യമുള്ളവരായിരിക്കുവാനായിട്ട് ഈ ലഘുപാപങ്ങളുടെ ഏറ്റുപറച്ചിൽ നമ്മെ നിർബന്ധിതരാക്കുന്നു.
പ്രിയ നിറഞ്ഞവരെ, അനുതാപിയുടെ പ്രവർത്തികളിൽ മൂന്നാമത്തെ പ്രവൃത്തി പരിഹാരം ചെയ്യലാണ്. മനുഷ്യനും പാപിയും രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. മനുഷ്യൻ അത് ദൈവം സൃഷ്ടിച്ചതാണ്, പാപി അത് മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. ദൈവം സൃഷ്ടിച്ചതിനെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ സൃഷ്ടിച്ചതിനെ നമ്മൾ നശിപ്പിക്കണം. പാപത്തെ നമ്മൾ വെറുത്ത് ഉപേക്ഷിക്കണം. ഒരുവൻ സൽക്കർമ്മം ചെയ്യാൻ തുടങ്ങുന്നത് പാപത്തെ വെറുക്കാൻ തുടങ്ങുമ്പോഴാണ്. തിന്മ പ്രവർത്തികളുടെ ഏറ്റുപറച്ചിലാണ് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളുടെയും ആരംഭം. അനുതാപിയുടെ മൂന്നാമത്തെ പ്രവൃത്തി പരിഹാരം ചെയ്യലാണ്. പാപമോചന ആശീർവാദം എല്ലാ പാപങ്ങൾക്കും പരിഹാരമോചിക്കുമെങ്കിലും പാപമുണ്ടാക്കിയ ക്രമരാഹിത്യങ്ങളെ പൂർണ്ണമായും അത് മാറ്റുന്നില്ല. ഒരു പാപിക്ക് തൻ്റെ ആധ്യാത്മിക ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ അവൻ തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തേ മതിയാകും. ഈ പരിഹാര കർമ്മത്തെ നമ്മൾ പ്രായശ്ചിത്തം എന്ന് വിളിക്കുന്നു. പുരോഹിതൻ തൻ്റെ അടുത്ത് വരുന്ന അനുതാപിക്ക് അവൻ്റെ സാഹചര്യങ്ങളോടും അവനായിരിക്കുന്ന അവസ്ഥകളോടും അനുസരിച്ച് പ്രായശ്ചിത്ത കർമ്മങ്ങൾ വിധിക്കുന്നു. പ്രാർത്ഥനയോ കാരുണ്യ പ്രവൃത്തികളോ സേവനമോ ത്യാഗപ്രവൃത്തികളോ ആയി ഈ പ്രായശ്ചിത്ത കർമ്മങ്ങളെ പുരോഹിതൻ വിധിക്കുന്നതാണ്. ഉത്തിതനായ ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികളാകാനായിട്ട് ഈ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഒരുവനെ സഹായിക്കുകയാണ്. അനുതാപത്തിന് ചേർന്ന ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ക്രിസ്തുവിലാണ് നാം പരിഹാരം ചെയ്യുന്നത്. CCC 1461 മുതൽ 1467 വരെയുള്ള പാരാഗ്രാഫുകളിൽ അനുതാപ കുദാശയുടെ കാർമ്മികനെ കുറിച്ച് വിവരിക്കുന്നു. അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ ക്രിസ്തു തന്റെ അപ്പസ്തോലന്മാരെ വരമേൽപ്പിച്ചതിനാൽ അവരുടെ അനന്തരഗാമികളായ മെത്രാന്മാരുടെ സഹപ്രവർത്തകരായ വൈദികരുമാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. മെത്രാന്മാരും വൈദികർക്കും തങ്ങൾക്ക് ലഭിച്ച തിരുപ്പട്ട കൂദാശയുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ പാപങ്ങളും മോചിക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ ചില അതികഠിനമായ പാപങ്ങൾക്ക് സഭ നിർദ്ദേശിച്ചിരിക്കുന്ന മഹറോൻ ശിക്ഷ അത് മാർപ്പാപ്പയ്ക്കോ അല്ലെങ്കിൽ സ്ഥലത്തെ മെത്രാനോ അല്ലെങ്കിൽ ആ മെത്രാൻ ചുമതലപ്പെടുത്തുന്ന വൈദികനോ മാത്രമേ ആ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളൂ. എങ്കിലും മരണകരമായ അവസ്ഥയിൽ ഏതൊരു വൈദികനും കുമ്പസാരം എന്ന കൂദാശ ശുശ്രൂഷ നിർവഹിക്കുവാൻ നിരോധിക്കപ്പെട്ട വൈദികന് പോലും ഏതൊരു പാപവും മഹറോനും മോചിക്കാനുള്ള അധികാരമുണ്ട്. ദൈവത്തിന് പാപിയോടുള്ള കരുണാമസൃണമായ സ്നേഹത്തിൻ്റെയും അടയാളവും ഉപകരണവുമാണ് പുരോഹിതൻ. കുമ്പസാരിപ്പിക്കുന്ന വൈദികൻ ദൈവികമായ ക്ഷമിക്കലിൻ്റെ യജമാനനല്ല, പിന്നെയോ ശുശ്രൂഷകനാണ്. കുമ്പസാരം കേൾക്കുന്ന ഓരോ പുരോഹിതനും ഒരു അനുതാപി തന്നോട് ഏറ്റുപറഞ്ഞ പാപങ്ങളെ പരമരഹസ്യമായി സൂക്ഷിക്കണമെന്ന് അതികഠിനമായ ശിക്ഷകളുടെ അടിസ്ഥാനത്തിൽ സഭ കൽപ്പിച്ചിരിക്കുന്നു. ഇതിനെ കൗദാശിക മുദ്ര എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരു അനുതാപി കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ പാപങ്ങളെല്ലാം കൗദാശികമായി മുദ്രിതമായി നിലനിൽക്കുന്നു. CCC 1468 മുതൽ 70 വരെയുള്ള പാരഗ്രാഫുകളിൽ അനുതാപ കുദാശയുടെ ഫലങ്ങളെ വിവരിക്കുന്നു. ഒന്നാമത്തെ ഫലം ദൈവവുമായുള്ള അനുരഞ്ജനം. രണ്ടാമത് ദൈവത്തിൻ്റെ കൃപാവരത്തിലേക്ക് തിരികെ വരുന്നു. മൂന്നാമത് മനസാക്ഷിയുടെ സ്വച്ഛതയും സമാധാനവും. നാലാമത് ദൈവവുമായിട്ടുള്ള സൗഹൃദം
എല്ലാ അനുഗ്രഹങ്ങളിലും ഏറ്റവും പരമപ്രധാനമായത് ദൈവവുമായിട്ടുള്ള സൗഹൃദമാണ്. 5, സഭയോടുള്ള അനുരഞ്ജനം. 6, പാപം വഴിയുണ്ടാകുന്ന നിത്യശിക്ഷയിൽ നിന്നുള്ള ഇളവ്. 7, പാപത്തിലൂടെ കൈവരുന്ന കാലിക ശിക്ഷയിൽ നിന്നുള്ള ഭാഗികമായിട്ടെങ്കിലുള്ള ഇളവ്. ഭാഗികമായിട്ടുള്ള ദണ്ഡവിമോചനം എന്നുകൂടി ഇതിനെ വിളിക്കുന്നു. 8, പുണ്യവാന്മാരുടെ ഐക്യത്തിലാവാൻ കുമ്പസാരം എന്ന കൂദാശ സഹായിക്കുന്നു. 9, ആധ്യാത്മിക സമരത്തിനുള്ള ആധ്യാത്മിക ശക്തികളുടെ വർധനവ് കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഒരു അനുതാപിക്ക് ലഭിക്കുന്നു. CCC 1471 മുതൽ 1479 വരെയുള്ള പാരാഗ്രാഫുകളിൽ ദണ്ഡവിമോചനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. എന്താണ് ദണ്ഡവിമോചനം? അപരാധ വിമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്നും ദൈവത്തിനു മുമ്പാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. നിർദ്ദിഷ്ടമായ ചില വ്യവസ്ഥകളിലൂടെ ഒരു വിശ്വാസിക്ക് ദണ്ഡവിമോചനം സ്വീകരിക്കാൻ സാധിക്കും. വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷിക എന്ന നിലയിൽ സഭയിലൂടെയാണ് ഒരു വിശ്വാസിക്ക് ദണ്ഡവിമോചനം സ്വന്തമാക്കാൻ സാധിക്കുക. ക്രിസ്തുവിൻ്റെ പരിഹാര കർമ്മങ്ങളുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും സൽക്കർമ്മങ്ങളുടെയും ആകെത്തുകയായ കൃപയുടെ ഭണ്ഡാരത്തിൽ നിക്ഷേപത്തിൽ നിന്നാണ് സഭ ഇത് പ്രദാനം ചെയ്യുന്നത്. കാലിക ശിക്ഷയുടെ ഇളവ് ഭാഗികമായോ പൂർണ്ണമായോ ഒരു അനുതാപി നേടുന്നതിനനുസരിച്ച് പൂർണ്ണ ദണ്ഡവിമോചനമെന്നും ഭാഗിക ദണ്ഡവിമോചനമെന്നും അതിനെ വിളിക്കുന്നു. ഒരു പാപിക്ക് ഒരുവന് ഈ ഭൂമിയിൽ വെച്ച് തന്നെയോ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയോ ദണ്ഡവിമോചനം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. പാപത്തിന് 2 പരിണിത ഫലങ്ങളുണ്ട്. 1, മാരക പാപം ദൈവവുമായിട്ടുള്ള നമ്മുടെ ഐക്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു. ഒരു നിത്യമായ ജീവൻ സ്വന്തമാക്കുവാനായിട്ട് അത് നമ്മെ തടസ്സപ്പെടുത്തുന്നു. ഈ കുറവിനെ പാപത്തിൻ്റെ നിത്യശിക്ഷ എന്ന് വിളിക്കുന്നു. 2, ഓരോ പാപവും അത് ലഘുവായിട്ടുള്ളതാണെങ്കിൽ പോലും സൃഷ്ടികളോട് അനാരോഗ്യകരമായ ഒരു ബന്ധം ഉൾക്കൊള്ളുന്നതാണ്. അതിനെയാണ് പാപത്തിൻ്റെ കാലിക ശിക്ഷ എന്ന് വിളിക്കുന്നത്. ഈ ലോകത്തിൽ വെച്ചോ മരണാനന്തരം ശുദ്ധീകരണ സ്ഥലത്തോ വെച്ചോ അതിൽ നിന്ന് ഒരു ശുദ്ധീകരണം നമ്മൾ സ്വീകരിക്കണം. ഈ ശുദ്ധീകരണം പാപത്തിൻ്റെ കാലിക ശിക്ഷയിൽ നിന്നും ഒരുവനെ സ്വതന്ത്രനാക്കും. തീഷ്ണമായ സ്നേഹത്തിൽ നിന്നും ഉളവാകുന്ന മാനസാന്തരം ഒരുവന്റെ ഏതൊരു ശിക്ഷയും പരിപൂർണമായിട്ടും മാറ്റിക്കൊണ്ട് അവനെ ശുദ്ധീകരിക്കുവാൻ അവനെ സഹായിക്കുന്നു. കുമ്പസാരം ഒരുവന്റെ നിത്യശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുക്കുമെങ്കിലും കാലിക ശിക്ഷ അവശേഷിപ്പിക്കുന്നുണ്ട്. അതിനാൽ സഭ കാലിക ശിക്ഷയിൽ നിന്നും ഇളവ് നൽകുവാൻ വേണ്ടിയാണ് ദണ്ഡവിമോചനം നൽകുന്നത്. ആ കുമ്പസാരം എന്ന കൂദാശയിലൂടെ മോചിക്കപ്പെട്ട പാപങ്ങളിൽ ആ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്നും ക്രിസ്തുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും ഒക്കെ പരിഹാര കർമ്മങ്ങളുടെയും സൽക്കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെ ആ നിക്ഷേപത്തിൽ നിന്ന് സഭ ഭാഗികമായോ പൂർണ്ണമായോ അനുതാപിക്ക് കാലിക ശിക്ഷയിൽ നിന്നും ഇളവ് നൽകുന്നു. പാപത്തിൻ്റെ കാലിക ശിക്ഷയെ ഒരു അനുഗ്രഹമായി ക്രൈസ്തവൻ സ്വീകരിക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നു. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവൃത്തികളിലൂടെയും പ്രാർത്ഥന, വിവിധ തരം പ്രായശ്ചിത്ത പ്രവൃത്തികളുടെ അഭ്യാസം എന്നിവയിലൂടെയും പഴയ മനുഷ്യനെ പൂർണ്ണമായും ഉരിഞ്ഞുകളഞ്ഞ് അവൻ പുതിയ മനുഷ്യനെ ധരിക്കുന്നു. പുണ്യവാന്മാരുടെ ഐക്യത്തെ ആശ്രയിക്കുന്നതിലൂടെയാണ് അനുതാപി പാപത്തിനുള്ള ശിക്ഷകളിൽ നിന്നും കൂടുതൽ വേഗത്തിലും ഫലപ്രദമായും ശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് തുടങ്ങുന്നത്. എന്താണ് പുണ്യവാന്മാരുടെ ഐക്യം?
സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേർന്നവരും മരണശേഷം ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകുന്നവരും തീർത്ഥാടകരായി ഈ ഭൂമിയിൽ വസിക്കുന്നവരും തമ്മിൽ സ്നേഹത്തിൻ്റെ ശാശ്വതമായ ഒരു ബന്ധവും എല്ലാ നന്മകളുടെയും സമൃദ്ധമായ ഒരു വിനിമയവും ഉണ്ട്. അത്ഭുതാവഹമായ ഈ കൈമാറ്റ പ്രക്രിയയിൽ ഒരാളുടെ വിശുദ്ധിയിൽ നിന്ന് മറ്റുള്ളവർക്ക് അനുഗ്രഹം, പ്രയോജനം ലഭിക്കുന്നു. ഉദാഹരണമായി, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമതകളിലും സങ്കടങ്ങളിലും അസ്വസ്ഥതകളിലും ബുദ്ധിമുട്ടുകളിലും അവരുടെ മാധ്യസ്ഥ സഹായം പ്രാർത്ഥനയിലൂടെ നമ്മൾ അപേക്ഷിക്കുന്നു. അതേസമയം ശുദ്ധീകരണ സ്ഥലത്തിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി ഈ ഭൂമിയിലുള്ള നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെയും മറ്റു പ്രാർത്ഥനകളിലൂടെയും അവരുടെ ശുദ്ധീകരണത്തിനായി സഹായിക്കുന്നു. ശുദ്ധീകരണം പൂർത്തിയാകുന്നവർ അവർ ആ വിശുദ്ധരുടെ ഗണത്തിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ 3 സഭകൾ തമ്മിൽ, വിജയസഭയും സമരസഭയും സഹനസഭയും തമ്മിലുള്ള കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് പുണ്യവാന്മാരുടെ ഐക്യം. വിശ്വാസികളുടെ പാപങ്ങൾക്കുള്ള കാലിക ശിക്ഷയിൽ നിന്നുമുള്ള ഇളവ് പിതാവായ ദൈവത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ യോഗ്യതകളാലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധരുടെയും പ്രാർത്ഥനയുടെയും സൽക്കർമ്മങ്ങളുടെ യോഗ്യതയാലും ആ നിക്ഷേപത്തിൽ നിന്ന് സഭയാണ് തുറന്നു കൊടുക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടി. സഭയിലൂടെ മാത്രമാണ് ദണ്ഡവിമോചനം സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. മരിച്ചവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവരായി നമുക്ക് ഈ ദണ്ഡവിമോചനങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് അവരുടെ കാലിക ശിക്ഷയിൽ നിന്നും ഇളവ് ചെയ്തു കൊടുക്കുവാനായിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കുന്നതാണ്. CCC 1480 മുതൽ 84 വരെയുള്ള പാരാഗ്രാഫുകളിൽ പാപമോചന കൂദാശയുടെ ആഘോഷമായ ക്രമത്തിലെ ഘടകങ്ങളെ പ്രതിപാദിക്കുന്നു. മറ്റെല്ലാ കൂദാശകളെയും പോലെ അനുതാപ കൂദാശ ആരാധനാക്രമപരമായ ഒരു അനുഷ്ഠാനമാണ്. അതിൻ്റെ ആഘോഷത്തിൻ്റെ ഘടകങ്ങൾ: ഒന്നാമത്, പുരോഹിതൻ ചെയ്യുന്ന അഭിവാദനവും ആശീർവാദവും. രണ്ടാമത്, മനസാക്ഷിയെ പ്രകാശിപ്പിക്കുവാനും മനസ്താപത്തെ ഉണർത്തുവാനും വേണ്ടി നടത്തുന്ന ദൈവവചന വായന. മൂന്നാമത്, അനുതാപത്തിലേക്കുള്ള ആഹ്വാനം. നാലാമത്, പാപങ്ങളെ അംഗീകരിക്കുകയും പുരോഹിതനെ അറിയിക്കുകയും ചെയ്യുന്ന ഏറ്റുപറച്ചിൽ. അഞ്ചാമത്, പ്രായശ്ചിത്തം നൽകലും സ്വീകരിക്കലും. ആറാമത്, പുരോഹിതൻ നൽകുന്ന പാപമോചന ആശീർവാദം. ഏഴാമത്, സ്തുതിയുടെയും കൃതജ്ഞതയുടെയും പ്രാർത്ഥന. എട്ടാമത്, പുരോഹിതൻ നൽകുന്ന ആശീർവാദത്തോടെയുള്ള പറഞ്ഞയക്കൽ. ഗൗരവമുള്ള അത്യാവശ്യമുണ്ടായിരിക്കെ പൊതുവായ ഏറ്റുപറച്ചിലിനോടും പൊതുവായ ആശീർവാദത്തോടു കൂടിയുമുള്ള അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ സാമൂഹികമായ ആഘോഷമായി നടത്താവുന്നതാണ്. എന്നാൽ വ്യക്തിപരവും സമഗ്രവുമായ ഏറ്റുപറച്ചിലും പാപമോചന ആശീർവാദവുമാണ് ദൈവത്തോടും സഭയോടും ഒരുവനെ അനുരഞ്ജനപ്പെടുവാൻ സഹായിക്കുന്ന ഏകമാർഗം. കാരണം ഓരോ കൂദാശയിലും ക്രിസ്തു സന്നിഹിതനാണ്. അവിടുന്ന് അനുതാപ കൂദാശയിൽ വ്യക്തിപരമായി ഓരോരുത്തരോടും പറയുന്നു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അതിനാൽ പ്രിയം നിറഞ്ഞവരെ വ്യക്തിപരമായ കുമ്പസാരമാണ് ദൈവത്തോടും സഭയോടും അനുരഞ്ജനപ്പെടാൻ സഹായിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. പ്രിയ നിറഞ്ഞവരെ, CCC 1450 മുതൽ 1484 വരെയുള്ള
പാരാഗ്രാഫുകളിലൂടെ നമ്മൾ ഇത്രയും സമയം നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത് അനുതാപ കൂദാശയുടെ അനുതാപിയുടെ പ്രവർത്തികളെ കുറിച്ചും അനുതാപത്തിൻ്റെ കാർമ്മികനെ കുറിച്ചും കൂദാശയുടെ കാർമ്മികനെ കുറിച്ചും ദണ്ഡവിമോചനങ്ങളെ കുറിച്ചും അതിൻ്റെ സാമൂഹിക ആഘോഷത്തെക്കുറിച്ചുമാണ്. നമുക്കെല്ലാവർക്കും അനുതാപ കൂദാശയുടെ ഈ ഘടകങ്ങളെ മനസ്സിലാക്കി ഉള്ളിൽ നിറച്ച് ഏറ്റവും മനോഹരമായി അനുതാപ കൂദാശയിലേക്ക് അണയുവാനും ഒപ്പം നിങ്ങളുടെ പരീക്ഷയിൽ നല്ല മനോഹരമായിട്ടുള്ള വിജയം സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.